പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജിലേക്ക് KSU നടത്തുന്ന മാർച്ച്. അമ്മുവിന്റെ മരണത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു KSU പ്രവർത്തകർ. പോലീസിന്റെ വലിയ സന്നാഹം അവിടെയുണ്ട്. ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, നിലവിൽ ഒരു സംഘർഷ സാധ്യതയുണ്ടോ? പോലീസുമായി കയർക്കുന്നൊക്കെ ഉണ്ടല്ലോ KSU വിദ്യാർത്ഥികൾ. അല്പസമയം മുമ്പാണ് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി കോളേജിന് മുന്നിലേക്ക് എത്തിയത്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ പോലീസുമായി ഒരു നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലാണ് ഇവിടെ ഉള്ളത്. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏത് നിമിഷവും സംഘർഷത്തിലേക്ക് പോകാവുന്ന ഒരു അവസ്ഥയാണ് ഈ കോളേജിന് മുന്നിലുള്ളത്. അമ്മുവിന് നീതി ലഭിക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, കോളേജ് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുക, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് നിലവിൽ കോളേജിന് മുന്നിൽ എത്തിയിരിക്കുന്നു. പോലീസ് ആ മാർച്ചിനെ പതിവ് പോലെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. നിലവിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റം അങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് KSU പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നത്. പോലീസ് പക്ഷേ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. മറ്റ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ബാരിക്കേഡ് മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മതിൽ ചാടിക്കൊണ്ടാണ് പ്രവർത്തകർ എത്തിയത്. അവരെ തടയാൻ ഒരു കൂട്ടം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ഏത് നിമിഷവും കടക്കാവുന്ന ഒരു അവസ്ഥ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിന്റെ പരിസരത്തുണ്ട്. അത്രമാത്രം പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അങ്ങോട്ട് എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ മതിൽ ചാടിക്കടന്നുകൊണ്ടാണ് പ്രവർത്തകർ എത്തിയത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ആ ചാടിക്കടന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുന്നത്. ഒരു പ്രവർത്തകൻ മുകളിലേക്ക് പോലീസിനെ മറികടന്നുകൊണ്ട് കോളേജ് ക്യാമ്പസിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. പോലീസുകാരും പിന്നാലെ പോകുന്നു. എന്തായാലും പോലീസിന്റെ വലയം ഭേദിച്ച് KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് പോലീസിന്റെ ബാരിക്കേഡ് ഭേദിച്ചാണ് ഒരു കൂട്ടം പ്രവർത്തകർ നിലവിൽ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് ഓടിക്കയറിയിരിക്കുന്നത്. ഓടിക്കയറാൻ ശ്രമിച്ച കുറച്ച് പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ നേരിട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. മുമ്പ് ABVP ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ SFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ വലിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. KSU പ്രതിഷേധം നേരിട്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കുന്നു. ഈ കേസിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. കുടുംബം ഉൾപ്പെടെ ഗുരുതര ആരോപണം ഹോസ്റ്റലിനെതിരെയും കോളേജിനെതിരെയും ഉന്നയിക്കുന്നു. ഈ ഘട്ടത്തിലാണ് KSU മാർച്ച് വരുന്നത്. കുറച്ചുകൂടി വൈകാരികമാണ്. കാരണം ഇതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ച് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമായി അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയ രൂക്ഷമായൊരു സമരത്തിലേക്ക് നേരിട്ട് പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. കുറച്ച് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലുണ്ട്. മറ്റൊരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നു. പോലീസുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ചുട്ടിപ്പാറ കോളേജിന് മുന്നിലുള്ളത്. ഒരു കൂട്ടം പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് ഇപ്പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു കൂട്ടം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് ഇപ്പുറത്ത് കയറി ഇരിക്കുന്നു. പൊതുവിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാറുള്ളതാണ് പതിവ്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചാണ്. പക്ഷേ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കൊണ്ടുവന്ന് ഈ സമരം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന KSUവിൻ്റെ ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പൊതുവിൽ പോലീസ് ബാരിക്കേഡിന് അപ്പുറത്തെ പ്രവർത്തകരെ തടയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അത് സാധിച്ചില്ല. ഇപ്പുറത്തെ മതിൽ വഴിയും ബാരിക്കേഡിനിടയിലൂടെ എല്ലാം തന്നെ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഉള്ളിലേക്ക് കയറി ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് വരെ ഒരു കൂട്ടം പ്രവർത്തകരെത്തി. ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരും പോലീസും നേരിട്ട് ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ SFIയുടെയും ABPയുടെയും മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായില്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ മറിയുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി വൈകാരികമാകുന്നു. കുറച്ചുകൂടി മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയാണ്. ഈ അമ്മുവിൻ്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നീ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു മാർച്ച് പ്രഖ്യാപിച്ചത്. ആ മാർച്ചാണ് ഒരു സംഘർഷ സാധ്യതയിലേക്ക് നേരിട്ട് പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. KSUവിൻ്റെ
സംസ്ഥാന കൺവീനർ സൗഫിക് രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവർ പോലീസുമായി ഒരു കയ്യാങ്കളിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസിൻ്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിക്കൊണ്ട് തങ്ങൾ ഏത് തരത്തിലുള്ള ആക്രമണത്തിന് ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനും തയ്യാറാണെന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോലീസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇതാ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായിരിക്കുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. എന്തായാലും പോലീസും പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടുന്നു. കാര്യങ്ങൾ വലിയ ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് നിലവിൽ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ മാർച്ചുകളിലൊന്നും ഇല്ലാത്തൊരു സംഘർഷാവസ്ഥ നിലവിൽ ഇവിടെ നിൽക്കുന്നു. നേരിട്ട് പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്നു. കേസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒരു സമാധാനപരമായ മാർച്ചായിരിക്കുമെന്നാണ് KSU ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ മാർച്ച് ഈ ഘട്ടത്തിൽ ഈ നിമിഷത്തിൽ അതതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. പരസ്പരം പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമാണ്. ഏത് നിമിഷവും പോലീസ് ഒരുപക്ഷെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ മുറകൾ പ്രയോഗിച്ചേക്കാം. പക്ഷേ പോലീസും വളരെ സംയമനമായാണ് ഈ മാർച്ച് നിയന്ത്രിക്കുന്നത്. കാരണം ഇതൊരു മറ്റു തലത്തിലേക്ക് മറ്റൊരു സംഘർഷത്തിലേക്ക് പോകരുത് എന്ന് പോലീസിനൊരു ധാരണയുണ്ട്, ഉറപ്പുണ്ട്. കാരണം ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്ന പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് ഉൾപ്പെടെ കയറിയിട്ടും പോലീസ് ഇതുവരെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു വെക്കാനും ക്യാമ്പസിനുള്ളിലേക്ക് കയറാതെ നിൽക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം ഉണ്ടാകുന്നു. ആ പ്രകോപനങ്ങളെ പോലീസ് ഒരു പരിധിവരെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ഏറ്റുമുട്ടലുമൊക്കെയാണ് നടക്കുന്നത്. പോലീസ് പ്രവർത്തകരെ തള്ളുന്നു, പ്രവർത്തകർ പോലീസിനെ തള്ളുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ സമരങ്ങളിലൊന്നും ഈ കോളേജിന് മുന്നിൽ പക്ഷേ ആ സമരങ്ങളിൽ കുറച്ച് കാഴ്ചകൾ, കുറച്ച് ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. നേർക്കുനേർ പോലീസും പ്രവർത്തകരും വരുന്നു. കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും പോലീസ് തങ്ങളുടെ ഭാഗം മയപ്പെടുത്തി നിൽക്കുന്നു. പ്രവർത്തകരെ മർദ്ദിക്കാതെ, അല്ലെങ്കിൽ പ്രവർത്തകരെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക് കടക്കാതെ കൃത്യമായി സംയമനം പാലിച്ചുകൊണ്ട് പോലീസ് ഇവിടെ നിൽക്കുന്നു. വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ നേരത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നിയോഗിച്ചിരുന്നു. ആ പോലീസ് കൃത്യമായി പ്രവർത്തകരെ പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ കൃത്യമായി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ട് പോലീസിന് നേർ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ് ദേവർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെ അണിനിർത്തിക്കൊണ്ടാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ BSc അവസാന വർഷ വിദ്യാർത്ഥിനി അമ്മു എ സജീവനെ ഹോസ്റ്റലിലെ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനിടെ അമ്മ മരിക്കുകയും ചെയ്തു. ഹോസ്റ്റൽ റൂമിൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഐ ക്വിറ്റ് എന്നൊക്കെ എഴുതിയ പേപ്പർ കണ്ടെത്തിയിരുന്നു. അതിലെല്ലാം ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. അത് കൊലപാതകമാണ് എന്ന പോലുമുള്ള സംശയങ്ങൾ ചില ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ ലോഗ് ബുക്ക് കാണാതെ പോയതിൽ അമ്മുവിനെ അധികൃതർ കുറ്റപ്പെടുത്തിയെന്നൊക്കെ കുടുംബത്തിന് പരാതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്തെങ്കിലും കാര്യങ്ങൾ ഹോസ്റ്റൽ അധികൃതർ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഹോസ്റ്റൽ വാർഡൻ രാവിലെ നമ്മൾ 24 പറയുന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനത്തിനിടയിലാണ് അത് ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിന് കാരണം കൂടിയാവുന്നത്. ഒരു ഉറപ്പായും അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അമ്മുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന സംശയം കുടുംബം തന്നെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും സഹപാഠികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ അവിടെ സമരവുമായി രംഗത്തെത്തുകയാണ്. അവിടെ പോലീസുമായി ഏറ്റുമുട്ടൽ നടന്നു. കോടതിയിലേക്കാണ്